അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം നമുക്ക് ഇന്ന് അടിപൊളി ഒരു മുട്ട ബജി റെഡിയാക്കിയാലോ? ഞാനിവിടെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് ചൂടായ എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്ക് ഒരു മുറി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടലമാവ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ 1/2 കപ്പ് കടലമാവിൽ ആവശ്യത്തിനുള്ള ഉപ്പും കളറിന് വേണ്ടി ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി എരിക്ക് ആവശ്യത്തിനുള്ളതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഒരു മുറി സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2 തണ്ട് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 മുട്ട പുഴുങ്ങിയത് വേണം. ഞാൻ ഇവിടെ 3 മുട്ട പുഴുങ്ങി തോടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിലൊന്ന് വരഞ്ഞു കൊടുക്കണം. 2 സൈഡും മുറിഞ്ഞു പോവാത്ത രീതിയിൽ വേണം വരഞ്ഞു കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന മസാലയുണ്ടല്ലോ, അത് ഇതേപോലെ നിറച്ച് കൊടുക്കാം. 3 എണ്ണത്തിനും ആ ഒരു മുറി സവാളയുടെ മസാല മതിയാവും. അപ്പം നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ മസാല റെഡിയാക്കി എടുത്താൽ മതി. 3 ഞാനിവിടെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കണം. ഇനി ചൂടായ എണ്ണയിൽ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മുട്ട ബജി റെഡിയാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും. നമ്മൾ സാധാരണ മുട്ട ബജി കഴിക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇതിൻ്റെ ഈ കടലമാവിൽ മുക്കിപ്പൊരിക്കുന്ന ആ മാവിൻ്റെ അതിൻ്റെ ആ ഒരു കോട്ടിങ്ങിന് നല്ലൊരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.